എന്താടാ ആവശ്യക്കുണ്ടാ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മന്ന. ഗുഡ് മോർണിംഗ്. പോണിയല്ലേ ഇപ്പോഴും ഗുഡ് മോർണിംഗ് ഒന്നും കറക്റ്റ് ആയിട്ടില്ലല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് ബൈ. ഈ കുക്കറില് ഞാൻ ഇന്നലത്തെ ചോറ് ചൂടാക്കാൻ വെച്ചേക്കാണ്, തിളപ്പിക്കാൻ വെച്ചേക്കാണ്. ഇതില് മീൻകറിയടാ, മീൻകറി സൂപ്പർ മീൻകറി, നല്ല മണമുണ്ട്. ഇറക്കി വെക്കണം. എന്നിട്ട് ചെക്കന്മാർക്ക് ദോശ ചുടണം. ദോശയമ്മ ദോശ. ദോശ ഇഷ്ടല്ലേ? ഞാൻ മമ്മിക്ക് ഒരു കഷ്ണം കേക്ക് എടുത്തിട്ട് പോയി. നല്ല അടിപൊളി ദോശ, മൊരിഞ്ഞ ദോശ. മൊരിഞ്ഞ ദോശ തിന്നാനാണ് ഇഷ്ടം. സ്കൂളൊന്നും ഇല്ല, തിരക്കൊന്നും ഇല്ല. അല്ല പിന്നെ ദോശ തന്നെയാണ്. ദോശ വയറ് നിറച്ച് ദോശ തിന്നിട്ട് കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ പഠിക്കണം കേട്ടാ. ഓട്ടാക്കിടന്നെ മോനാണ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തരാൻ മോൻ. ഹലോ ചേട്ടൻ, ഞാൻ ആയിരത്തെ കുട്ടികളുടെ അമ്മയാ. ഇന്ന് തുടങ്ങി പാല് വെക്കണമെന്ന് പറയാൻ വേണ്ടിട്ടേ. എന്റെ നമ്പർ ഇതാ. ശരി ശരി. അയ്യ, ഇരട്ട കുട്ടികളുടെ അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമോ? എന്താ ചെയ്യാ, ഇരട്ട കുട്ടികളുടെ അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമോ? അപ്പൊ എല്ലാവരും എടുത്തും ഇരട്ട കുട്ടികളുടെ അമ്മയാ, ഇരട്ട കുട്ടികളുടെ അമ്മയാ, അത് മാത്രമേ അറിയാറുള്ളൂ. കോഴി ചെയ്തൊരു പണിയാണ്. കോഴി നടന്നട്ടാ മുട്ട ഇടണേ തോന്നുന്നുണ്ട്. മുട്ട ഇട്ട അപ്പനെ പൊട്ടും. പൊട്ടി ഒരെണ്ണുള്ള ഇത് മമ്മീരെ മുടിയിലേക്ക് ഇടൂട്ടെന്ന്. വേണ്ട, മുട്ട പൊരിച്ചിട്ടില്ല, എന്റെ തലയിലേക്ക് ഇട്ടോടാ എനിക്ക്. അങ്ങനെയല്ല, ഞാൻ മുട്ട പൊരിച്ചല്ല, ഞാൻ വെറുതെ വന്ന ഇനിയിപ്പൊ എന്റെ തലയിലേക്ക് ഇടാണ്ട. ഞാൻ എന്നെ പെണ്ണ് കേട്ടാനൊന്നും ആരും വരില്ല മോനെ, ഞാൻ പോയാ. അയ്യോ മുടി, എന്തിനാ മുടി ഉള്ള മുടിയൊക്കെ പോയി. ദോശ ഉണ്ടാക്കി തരാട്ടാ. ഞാനൊരു വർഷം കേക്ക് എടുത്ത് തരാൻ പോകുന്നു മമ്മിക്ക്. ആര്? അവർക്ക് ദോശ ഉണ്ടാക്കിയോ, മുട്ട പൊരിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കാൻ അവര് വരും. എനിക്കൊരു കഷ്ണം കേക്ക് എടുത്ത് തരാൻ ഈ കുടുംബത്തിൽ ഒരാളില്ല. ഞാൻ എണ്ണി പറയ്ക്കാൻ കിട്ടും എനിക്കറിയാടാ. ക്രിസ്തുമസിന്റെ കേക്ക് കഴിഞ്ഞിട്ടില്ല നമ്മുടെ. അപ്പൊ അത് ഞാൻ തിന്ന് തീർക്കന്നെ. ദോശ ഒന്നും ഞാൻ തിന്നില്ല കേട്ടോ, അത് വീർക്കുണ്ടാക്കാൻ എനിക്കൊന്നും ഇഷ്ടമില്ല. എനിക്കിതുപോലത്തെ ചായയുടെ ഒപ്പം നല്ല ചക്ക വറുത്തതാ ഇതുപോലത്തെ അതൊക്കെ തിന്നാൻ ഇഷ്ടമുള്ളൂ. ബേക്കറി ഞാൻ ചോറിനില്ല, ചോറിനാൻ മടിയാണ്. നമ്മുടെ
ഉച്ചയ്ക്ക് ചോറുന്നുണ്ടാ ബ്രഷ് എടുത്ത് വയ്ക്കാറായിട്ടില്ലേ? പല്ല് തേച്ചു നല്ല വേണ്ടിട്ടാ. ബ്രഷ് കാണിച്ചെന്നാ ബ്രഷ് അമ്മേ ബ്രഷ് പാവിന്റെ പാവ എടുത്തേക്കിട്ടാ ബ്രഷ് അല്ലാതെ ബ്രഷുമുണ്ട് പാവ. നിന്റെ അമ്മ മാത്രല്ല കല്യാണൊക്കെ ഉണ്ട് ഇല്ലേ? വയർ നിറയെ സാപ്പിടുങ്കോ. நீங்க வாய் கொஞ்சம் மூடு அப்புறம் சாப்பிடுங்கோ. രാവിലെ എന്നെ ചെന്ന് മാതാവിനെ ഒന്ന് കണ്ട് കുറച്ച് കുശലങ്ങളൊക്കെ പറയണം. അതിന് മുപ്പാട് ഇതുപോലെ ഒരു മെഴുകുതിരി കത്തിക്കും, പിന്നെ 3 ചന്ദനത്തിരി കത്തിക്കും. നല്ലൊരു മണമൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ കുറയും. എനിക്കങ്ങനെയാണ് തോന്നുന്നു. കാരണം പലപ്പോഴും ഇവരുടെ കുറുമ്പ് കാണുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ താടക നിർത്താൻ മാടണ കാരണം ഞാൻ ഒരു മെഴുകുതിരി കത്തിച്ച് ഒരു 2-3 ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ തന്നെ കൂളാവണുണ്ട് കുറേശ്ശേക്കും. പിന്നെ ദേ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പരിഭവങ്ങളും പരാതികളും സന്തോഷങ്ങളും ഒക്കെ എല്ലാം വന്ന് പറഞ്ഞ് 4 പാട്ട് കൂടിയും പാടുമ്പോൾ പരമാവധി ദേഷ്യമൊക്കെ കുറയും. പാട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഭീര പാട്ടൊന്നും അല്ലല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? പേട്ടപ്പാട്ടൊക്കെ പാടാനേ അറിയുള്ളൂ. ഉമ്മാന്ന് ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോളേ അമ്മ തന്നു വിട്ട മീന ചാള അത് നന്നാക്ക. അത് വറുത്ത് പിള്ളേർക്ക് കൊടുത്താ ഇന്ന് ഉച്ചയ്ക്ക് അവർ ചോറ് അസലായിട്ട് കൊണ്ടുപോകും. അപ്പൊ പോയേക്കാണ് അപ്പാപ്പൻ്റെ കൂടെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു കൊള്ളി വറുത്തതേ മമ്മിക്ക് വാങ്ങിച്ചു കൊണ്ടുവരാൻ. ചായ 4 മണിക്ക് ചായ കുടിക്കുമ്പോൾ മമ്മിക്ക് കൊള്ളി വറുത്തതും കട്ടൻ ചായയും കുടിക്കാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അവരൊന്ന് ഷോപ്പ് ഇട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പേക്കും പണികളൊക്കെ തീർക്കട്ടെ. കാറ്റ് കാരനെ വാതിൽ ഇങ്ങനെ നിന്ന് പെട്ടാപ്പെട്ടാപ്പെട്ടായുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കടലാസ് ചുരുട്ടി കൂട്ടി വെച്ചതാ. അപ്പൊ അത് അവര് എടുത്തുകൊണ്ട് നടന്നു. ചെറിയത് പണ്ടൊക്കെ വാതിലിന്റെ മണ്ടയിൽ ഇങ്ങനെ കല്ലോളം വയ്ക്കുന്നെങ്കിൽ ഇപ്പോൾ ഓർമ്മയില്ല. പാപ്പൻ ഞങ്ങളുടെ കൈ അതിൻ്റെ ഇടയിൽ വെച്ച് പെടണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ കുട്ടിക്കാലത്തെ അപ്പാപ്പൻ കല്ലോ കൊണ്ടുവന്നേക്കും. ഇന്നിപ്പോ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കല്ല് കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കല്ലുകൊണ്ട് ഏറോ എൻ്റെ 3 മക്കളും അത്ര നല്ല കുറുമ്പന്മാരും കുറുമ്പിയാണ്. എറിഞ്ഞ് കഴിഞ്ഞാൽ ആ TV പൊട്ടും, അവിടെ ഇരിക്കുന്ന കണ്ണാടിയൊക്കെ പൊട്ടും. അത് കാരണം വിശ്വാസമില്ല എനിക്ക്. എപ്പോഴും അവർക്ക് പെട്ടെന്ന് പൊട്ടം കടിക്കാൻ അറിയില്ലേ. പൊട്ടം കടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ കുറുമ്പുണ്ടാ, ഭയങ്കര കുറുമ്പാ, തല്ലുകൂടെ ഇടയ്ക്കൊക്കെ. പിന്നെ എന്നെ ഒരു പേടിയുണ്ട് വെച്ചിട്ടുണ്ടെങ്കിലേ ഞാനൊരു വടി എടുത്തു കഴിഞ്ഞാൽ ചൂരില് എൻ്റെ കയ്യിലുണ്ട്. ആ ചൂരിലെടുത്ത് കഴിഞ്ഞാൽ അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കും. എന്തോർന്ന് വെച്ചിട്ട് തല്ല നമുക്ക് ഈ ക്രാങ്ങള് തല്ലാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നല്ല. കുറുമ്പ് കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൂലാന്ന് തോന്നും. അങ്ങനെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തലയിൽ തേച്ചു വന്നിട്ട് ഞാൻ വന്നിട്ട് ചെടി നനയ്ക്കാൻ നിൽക്കുകയാണ്. ചെടികളൊക്കെ എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് വാടി തളർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അറ്റങ്ങൾക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. വീട്ടിൽ പോയൊക്കെയല്ലായിരുന്നു, 3 ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം വന്ന് കുളിക്കാനായിട്ട്. പിള്ളേരെയും കുളിപ്പിക്കണം. ഞാൻ മോളിക്ക് നോക്കുന്നത് ഞാൻ എൻ്റെ പപ്പാക്കായയുടെ മരം ചെരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് എപ്പോഴാണോ അതിൻ്റെ നിറം തലയ്ക്ക് വീഴുക, അതാണ് ഞാൻ നോക്കിയത്. പപ്പാക്കായ ഒക്കെ കഴിഞ്ഞു, ഇനി അത് ചെരിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും വീഴാൻ, ഞാൻ അപ്പോൾ തട്ടിയിടണം. പിന്നെ എൻ്റെ റംബൂട്ടാൻ എന്ന് കായ്ക്കും എന്നൊക്കെയാണ് എൻ്റെ ചിന്തകൾ. അപ്പോൾ എന്തായാലും ചെടി നനച്ചിട്ട് കയറട്ടെ.
അതിൻ്റെ ഇടയിൽ നാട്ടുകാരുടെ കുശലം ചോദിക്കാനായിട്ട് നിന്നതാടാ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ. ബൈ.